പ്രിയരെ, നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്തിറങ്ങി കൊച്ചു വീടുകളുണ്ടാക്കി കളിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ കടൽ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് കടലിൻ്റെ അരികിലെത്തുമ്പോൾ ആ മണ്ണ് വെച്ച് നമ്മൾ കൂടാരങ്ങൾ ഉണ്ടാക്കുവാറില്ലേ? പക്ഷേ ആ തിര വന്ന് അതിനെ അടിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം നമ്മൾ അവിടെ നിന്ന് കരഞ്ഞു തീർക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇതാ വയനാട്ടിൽ നടന്ന സംഭവം നമ്മുടെ കൺമുമ്പിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നും നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആ ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു പാപ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന പോലെ മനുഷ്യജീവിതങ്ങൾ ഒഴുകിപ്പോവുകയാണ്, ഛിന്ന ഭിന്നമാവുകയാണ്. നിങ്ങൾ വീണ്ടും ഓർക്കുന്നില്ലേ സുനാമി? കടലോര മേഖലയിൽ താമസിച്ചിരുന്ന പാവപ്പെട്ട ജനങ്ങൾ, അവർ പോലും സ്വന്തം ജീവിതം ആസ്വദിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച് ബുദ്ധിമുട്ടി സുരുക്കൂട്ടി വെച്ചിരുന്ന സകലതും ആ കടൽ അതിനെ എടുത്തു കൊണ്ടുപോയപ്പോഴും നമ്മൾ ദുഃഖിച്ചു. പ്രളയം വന്നപ്പോൾ എൻ്റെ സ്ഥലം നിൻ്റെ സ്ഥലം എന്നൊക്കെ ബഹളങ്ങളും വഴക്കൊക്കെയായി നിൽക്കുന്ന വേളയിൽ പ്രളയം വന്നപ്പോൾ അതിനെ മുഴുവനും ഒന്നാക്കി കഴിഞ്ഞപ്പോഴും നമ്മൾ അതിൽ നിന്നും പാഠം പഠിച്ചു. നമ്മൾ എന്താ ഇതിൽ നിന്നൊക്കെ അറിഞ്ഞത് പ്രിയരെ? ആ പ്രളയത്തിൻ്റെ സമയത്ത് സകലതും എടുത്തു പോയപ്പോഴും കർത്താവ് നമുക്ക് സമീപസ്ഥനായിരുന്നു. ഒരു പരിചയമില്ലാത്ത ജനങ്ങൾ നമുക്ക് താമസിക്കാൻ ഭവനം നൽകി, നമുക്ക് ഉടുക്കാൻ വസ്ത്രം തന്നു, നമുക്ക് ഭക്ഷിക്കാൻ ആഹാരം നൽകി. സുനാമിയുടെ കാര്യം നമ്മളെടുത്ത് പറയുവാണെങ്കിൽ അവർ ജീവിക്കാൻ മറന്നുപോയ ആൾക്കാരാണ്. അവർ ആസ്വദിക്കാൻ മറന്നുപോയി അധ്വാനം മാത്രം ശീലമാക്കിക്കൊണ്ട് ജീവിച്ച ജനങ്ങൾ. ഒരു ദിവസം അവർ സുരുക്കൂട്ടി വെച്ചതെല്ലാം കടലെടുത്തും കൊണ്ടുപോയി. അവർ ജീവിച്ചിട്ടില്ല. വചനം പറയുന്നു, അന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ മതി, നോക്കിയാൽ മതി. അന്നേക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ ജീവിക്കുക, ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക. നാളത്തേക്ക് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കണം പ്രിയരെ. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. നന്മ ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാരെ സഹായിക്കണം. ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരുടെ ഉള്ളിൽ ആ നന്മയുള്ള കൊണ്ടാണല്ലോ അവരത് ചെയ്യുന്നത്. പക്ഷെ നിരന്തരം നമ്മുടെ ജീവിതത്തിലും അതൊരു പാഠമാക്കുവാണെങ്കിലോ. പക്ഷെ ഞാൻ പറയും, വയനാട്ടിൽ അവർ പ്രാർത്ഥിച്ചുറങ്ങി കിടക്കാനിരുന്ന ആ ജനങ്ങളാണ് ആ മരണത്തിലേക്ക് പോയത്. അവർ കണ്ണു തുറക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നല്ല ജീവിതങ്ങൾ പൊലിഞ്ഞുപോയി നമുക്കൊരു മാതൃകയായി നിന്നുകൊണ്ട്. അവർ പോലും അറിഞ്ഞിട്ടില്ല അവരുടെ മരണം. പ്രിയരെ, നമ്മുടെ ഓരോ കാലം മുമ്പോട്ടെടുത്ത് വയ്ക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അഹങ്കരിക്കാൻ ഒന്നുമില്ല. ദൈവത്തിൻ്റെ ദാനമാണ് സകലതും. ജയിക്കാനും ബാധിക്കുവാനും വേണ്ടിയാവരുത് നമ്മുടെ ജീവിതം. ആരോടും നമുക്ക് വൈരാഗ്യവും വിദ്വേഷവും പകയും ദേഷ്യവും കൊണ്ടൊന്നും നേടാനില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുള്ളത്. സകലതും ദൈവത്തിൻ്റെ കൃപയും ദാനവും മാത്രമാണ്. അവൻ്റെ ദയയാണ്, അവൻ്റെ വിശ്വസ്തതയാണ്, കരുണ, ആർദ്രത, സ്നേഹം. ഇതല്ലാതെ മറ്റൊന്നുമില്ല പ്രിയരെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്റ്റേ ബ്ലെസ്ഡ്.